നിറഞ്ഞ ഒരു സ്ഥിതിവിശേഷമാണ്. അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന കാലത്തിൻ്റെ അടയാളമായി പറഞ്ഞ കാര്യങ്ങളൊക്കെ പുലർന്നുകൊണ്ടിരിക്കുന്ന വേളയാണ്. ഈ അവസരത്തിൽ നമ്മുടെ വിശ്വാസം ചോർന്നു പോവാതെ അതിശക്തമായ ഒരു കൂരിരുട്ട്, ആ കൂരിരുട്ടിനെ വെല്ലാൻ നമ്മുടെ കയ്യിലുള്ള ഒരു തിരി നാം കത്തിച്ചു പിടിച്ചുകൊണ്ട് ശക്തമായ നിലയിൽ കാറ്റടിച്ച് വീശുന്നുണ്ട്. പല നിലക്കും പലവിധ എതിർപ്പുകളും വന്നുകൊണ്ടിരിക്കുന്നു. ഈ ശക്തമായ ഇരുട്ടിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നാം എത്താൻ നമ്മുടെ കയ്യിലുള്ള ആ മെഴുകുതിരി കത്തിച്ച് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ യാത്ര. ശക്തമായി കാറ്റടിച്ച് വീശുമ്പോൾ അത് നാം എത്രമാത്രമാണ് അതിനെ സൂക്ഷിക്കുന്നത്, എങ്ങനെയാണ് അതിന് തീ കെട്ടുപോവാതെ നാം നോക്കേണ്ടത്, അത് പ്രകാരം ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ ഈമാൻ ചോർന്നു പോവാതെ, നമ്മുടെ വിശ്വാസം പഴക്കാതെ, ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ മാറിപ്പോവാതെ അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും താബിഈങ്ങളും താബിഈങ്ങളും കാണിച്ച പാത പിൻപറ്റിക്കൊണ്ടുള്ള ഒരു പ്രയാണമാണ് നമുക്ക് ആവശ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ അല്ലാഹു സലാമത്താക്കി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടുകൂടെ നാം പ്രാർത്ഥനയോടുകൂടെ തന്നെ നമ്മുടെ അമല് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അമലോടുകൂടെ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്തിനോടുള്ള ആശയം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റഹ്മത്ത് ചെയ്യും എന്നുള്ള ആ കരുണ ചെയ്യുമെന്നുള്ള ആ അചഞ്ചലമായിരിക്കുന്ന വിശ്വാസം, ആ വിശ്വാസത്തോടുകൂടെ നാം മുന്നേറുമ്പോൾ തീർച്ചയായും നമുക്ക് വിജയമുണ്ടാകും. നേരത്തെ ഇവിടെ അബ്ദുസമദ് പൂക്കോട്ട് പറഞ്ഞതുപോലെ നിസ്കരിക്കുന്നവരാണ്, നോമ്പനുഷ്ഠിക്കുന്നവരാണ്, മറ്റുള്ള എല്ലാവിധ കർമ്മങ്ങളും നാം നിർവഹിക്കുന്നവരാണ്. പക്ഷേ നാം നിർവഹിക്കുന്ന കർമ്മം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാം ഒരുപാട് പൈസ ചെലവാക്കിക്കൊണ്ട് ഹജ്ജിന് പോകുന്നു, മറ്റു നല്ല നല്ല കാര്യങ്ങളൊക്കെ നാം ചെയ്യുന്നു. ആ ചെയ്യുന്ന അമല് അത് എനിക്ക് മതിയാകുന്നതാണ്, എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അത് മാത്രം മതി എന്നുള്ള ആ വ്യാമോഹം നമുക്ക് വേണ്ട. അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, നമ്മുടെ ഈമാൻ ബൈനൽ ഖൗഫി വർ റജ, ഖൗഫിന്റെയും റജയുടെയും ആശയുടെയും ആശങ്കയുടെയും ഇടയിലായിരിക്കണം നമ്മുടെ നിലപാട്, നാം നിലപാട് സ്വീകരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കരുണ ചെയ്യുമെന്നുള്ള ആ ആശയും, അതോ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ശിക്ഷിക്കുമോ നരകത്തിലിടുമോ എന്നുള്ള ആ ആശങ്കയും, അങ്ങനെ അല്ലാഹുവിന്റെ റഹ്മത്തെ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നാം മുന്നോട്ട് ഗമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ റഹ്മത്ത് സദാസമയവും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.